ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഉത്സവത്തിൻ്റെ വ്ളോഗായിട്ടാണ് കേട്ടോ. സോ ഇന്നലത്തെ വ്ളോഗില്ലേ 11:59 അവസാനിപ്പിച്ച വ്ളോഗ് ഇത്തിരി ഒരു മിനിറ്റ് ആയിട്ടുള്ളൂ. ഇപ്പോൾ 12 മണിയാണ് സമയം. കാരണം ഇന്നിവിടെ കുത്തിയൊരുക്കൽ കാര്യങ്ങളാണ്. ഞാനിന്ന് ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. സോ ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് ഉത്സവത്തിൻ്റെ ദിവസത്തേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇന്നിവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാലോ. ഇന്നലത്തെ വീഡിയോ എന്ന് വെച്ചാൽ തലേന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുക്കങ്ങൾ ഫുള്ളായിട്ടില്ലായിരുന്നു. അത് ഇന്നും കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലെങ്ത്ത് കൂടുതലാവും. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ ഉൾപ്പെടുത്താൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഉത്സവത്തിനന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഒരുക്കങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. കുത്തിയെടുക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കുളിക്കാൻ പോകാനൊക്കെ പോലെ തോട്ടിലാണ് പോകുന്നത്. എല്ലാവരും ഇവിടെ കൂട്ടം കൂടിയിരിക്കുകയാണ്. ഇവര് തോട്ടിൽ പോകാൻ റെഡി ആയി നിൽക്കുകയാണ്. എല്ലാവരും ഉണ്ട്. ഒരു തോട്ട് പോകാൻ വേണ്ടി സെറ്റാണ്. പിന്നെ അവിടെ കൊടുത്താൽ കെട്ടിൽ തീർന്നിട്ടില്ല. തോട്ട് പോവാണ് കുളിക്കാൻ വേണം. ഒരുപാട് അതാ ഓണി വലിയ പൊടി അവിടെ പൊട്ടിയോണ്ട് ഇത് ഇവിടെ വന്ന് കെട്ടിയിട്ടുണ്ട്. മേലെ അവിടേക്ക് പൊട്ടിച്ച് അവിടേക്കാണ് കെട്ടി. ഞങ്ങളിവിടെ എല്ലാം ക്ലീൻ ചെയ്യാനൊക്കെ വന്നതാണ്. മണികണ്ഠൻ അവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ദൈവം ചൂടെടുക്കാൻ പറ്റുന്നത് നമുക്ക് ഇവിടേക്ക് ക്ലീൻ ചെയ്യാം. സെറ്റ്. അവരിത് കുളിച്ചൊക്കെ വരുന്നുണ്ട് ഗൈസ്. അവർ കുളിച്ച് തോട്ടിൽ പോയി കുളിച്ച് വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ബാക്കി കുറേ പൂക്കളുണ്ടായിരുന്നു. അത് അലങ്കരിക്കാൻ വേണ്ടി അവിടെ കണ്ടെത്താൻ അവിടെ ശ്രീകുഞ്ഞുമണി അവിടെ ഇന്ന് അത്ര അലങ്കാരമില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങളിത് ഈ പട്ടരാത്രിയല്ലേ രാവിലെ നേരം വെളുക്കാനായില്ല പുലർച്ചയ്ക്ക് 12:40 നമ്മളിങ്ങനെ ഓർത്തോണ്ടിരിക്കുക അല്ലേ. ആർക്കും ഉറക്കില്ല സത്യം പറഞ്ഞാൽ. ആർക്കും ഉറക്കില്ല. എന്താ ഓരോതാ കുളിച്ചത് അമ്പലത്തിന് മുറ്റത്തേക്ക് പോകുന്നത്. തൊഴുതിട്ട് വന്ന് കുത്തിയൊരുക്കാനാണ്. ഇവര് കുത്തിയൊരുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു നെല്ല് കുത്താണ്. നെല്ല് കുത്തുന്നുണ്ട്, ചേർന്നുണ്ട്. ഞങ്ങളിവിടെ കാണികളിവിടെ കുറേ പേരുണ്ട്. ഗൈസ് ഇവിടെ അടിച്ചേരി തൂത്തുവാരലാണ്. അവിടെ കുത്തിയൊരുക്കുന്നുണ്ട്. ഇവിടെ വകുപ്പിന് എന്തോ പണിയാണ്. ലെമിനി ഓക്കെ നമുക്ക് താഴ്ത്തിക്കുക. ഇതവിടെ കൊണ്ടുവച്ചിട്ട് ഗൈസ് അലങ്കാരപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ലുക്ക്. ദീപസ്തംഭമൊക്കെ കഴുകി നന്നാക്കിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ കരുവൻ്റെ ലുക്ക് അതാണ്. കണ്ടെത്താറ് ചിലപ്പോൾ കണ്ടെത്താറ് ശ്രീകുടുംബയിലും പൂക്കൾ വരാൻ മതിയാവും. പിന്നെ ഇവിടത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചേച്ചിയൊക്കെ അവിടെ പൂക്കൾ കോർക്കുന്നുണ്ട്. നമുക്ക് നോക്കാം ഇനി വിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. യെസ്, ആ മീനും കൺമണിയും അവിടെ ഒരു പണിയിലാണ്. എന്താണ് പണിയെന്ന് വെച്ചാൽ നമുക്ക് പോയി നോക്കാം. അവർ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞങ്ങളെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പണിയിലാണ്. ഞങ്ങളുടേതായിട്ടുള്ളൊരു പണിയിലാണ് എന്ന് വെച്ചാൽ ഈ വേസ്റ്റ് വന്ന പൂക്കളില്ല നിലത്തൊക്കെ വീണ് കിടക്കുന്ന ആ പൂക്കളൊക്കെ ഞങ്ങളിത് ഈ പൊറുക്കി കവറിലാക്കിയിട്ട് ഇതൊക്കെ പിച്ചിടുന്നുണ്ട്. പിച്ചിട്ട് നമുക്ക് എന്തിനാ ഗാനമേളേൻ്റെ സമയത്തൊക്കെ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ വേത്തറോണേന് അങ്ങോട്ട് പറയും. നമ്മൾ തൊട്ടി വീഴാൻ മറക്കില്ല പിന്നെ. യെസ് ലെമണി
നമ്മൾ തോട്ടി ഇങ്ങനെ നിറയ്ക്കും. അപ്പൊ അടിപൊളി അതിന് വേണ്ടിയുള്ള പ്രശ്നമാണ്. പിന്നെ ഇന്നലത്തെ എന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ മുന്നുള്ള വീഡിയോ എടുത്തത്, തലേന്നത്തെ വീഡിയോ എടുത്തതുകൊണ്ട് ഇന്ന് ഉത്സവത്തിൻ്റെ വീഡിയോയിലാണ് ഇതൊക്കെ ഏർപ്പെടുക. ചിലപ്പോൾ ഇനി ഉത്സവത്തിൻ്റെ വീഡിയോ തന്നെ പാർട്ട് 2 വേണ്ടി വരും, അത്രയും ഞാൻ ഉണ്ടാവും. അപ്പം നോക്കി നോക്കാം. കണ്ടോ കുത്തിരിക്കൽ കഴിഞ്ഞ് ഒരു നെല്ല് ചോറാണ്. നെല്ല് ഒരു ഉറക്ക കഴിഞ്ഞ് നീച്ചപ്പോൾ എൻ്റെ കോലപ്പണിയാണ്. ഉറക്ക ഉറങ്ങി നീച്ചതാണ്. മീൻ കൺമണിയൊക്കെ എന്താണ് 2 മണിയൊക്കെ ആയപ്പോൾ ഉറക്ക വന്ന്. തണുപ്പ് കൊടുത്ത കാലം കുറേ ആൾക്കാർ ഇപ്പോൾ കുളിച്ച് തൊഴാൻ വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ ഉള്ള ഐറ്റങ്ങളൊക്കെ കുറച്ചെണ്ണം കുളിച്ചിട്ടുണ്ട്. ചില എണ്ണം കുളിച്ചിട്ട് നീച്ചിട്ട് കൂടില്ല. കൈസ് അവിടെ ഗണപതി നമ്മൾ നടക്കുകയാണ്. ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് തൊഴാൻ പോയിട്ടില്ല. കുളിക്കും, നമ്മൾ കുറേ നേരമായി കുളിക്കുക. ഞങ്ങൾക്ക് പൊന്താൻ കഴിഞ്ഞില്ല, കുറച്ചൊക്കെ കുളിക്കുക വിചാരിച്ചു. അപ്പോൾ ഗൈസ് ഇവിടെ ചെണ്ടോട്ട് നടക്കുന്നുണ്ട്. അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം. രാവിലത്തെ ചെണ്ടോട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ അയ്യപ്പം പാട്ട് നടക്കുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നു. പിന്നെ ഗൈസ് ഇവിടെ അന്നദാനം നടക്കുന്നുണ്ട്. വെള്ളാട്ടം തോറ വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ദേ താല്പര്യമെടുക്കാനായി തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ കുളിച്ച് മാറ്റി സെറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഔട്ട്ലുക്ക് ഇതാണ് കേട്ടോ. ഞാനൊരു ധാവണിയാണ് എടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം. ഞാൻ നല്ലൊരു ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. എങ്ങനെയുണ്ട് എന്നെ കാണാൻ രസമുണ്ടോ ഇല്ലേന്ന്
ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൽ ഫുള്ളായിട്ട് കാണുന്നില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിലൊരു പിക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ കുറച്ച് പണികളുണ്ട്, ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ചിലപ്പോൾ ഞാൻ താല്പര്യം എടുത്തിട്ടാവും ഇനി വീഡിയോ എടുക്കുക, നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, വാദ്യമേളത്തോടു കൂടി താൽപ്പര്യവും മഞ്ഞ താൽപ്പര്യവും കൂടി കലശ എഴുന്നള്ളിക്കുകയാണ് കേട്ടോ. വാദ്യമേളമൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ്, അവിടെ ഗാനമേള നടക്കുന്നുണ്ട്. നമ്മുടെ അമ്പലത്തിനായിട്ട് അവരുണ്ടാക്കിയ ഒരു പാട്ടാണ് കേട്ടോ ഇത്. ചെറുസോലക്കരവാഴും അമ്മേ ഭഗവതി, കാത്തരുളിയിടണേ അടിയങ്ങളെ. ചെറുസോലക്കരവാഴും അമ്മേ ഭഗവതി, കാത്തരുളിയിടണേ അടിയങ്ങളെ. 36 ദേശങ്ങൾക്കെന്നും 36 ദേശങ്ങൾക്കെന്നും തുണയായി നീയേ ജഗദംബികേ. ഉത്സവത്തിന് അന്നുള്ള പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് രാവിലെ കാണാം. ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ദണ്ഡം പൂജേൻ്റെ വെച്ചെടുക്കൽ കാര്യങ്ങളിലൊക്കെയാണ് കേട്ടോ. പ്രസാദമൊക്കെ തന്നെ ഒരു ചടങ്ങിന് കുട്ടിക്കൂട്ടൽ നടന്നു. നല്ല രസമുണ്ട് ചാടി കളിക്കാൻ. ഗൈസ്, അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായി. കാരണം ഈ 2-3 ആഴ്ചയൊക്കെ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. മണി ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇന്നിതിപ്പോൾ എല്ലാവരും പോയി. അപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ പണിക്കാരൊക്കെ പോകാൻ നിൽക്കുന്നുണ്ട്. അവരൊക്കെ പോവുകയാണ്. കാണുന്നുണ്ടോ എനിക്കല്ല. അപ്പം ഇവിടെ ഇപ്പോൾ പുറത്താരുമില്ല. നമ്മളപ്പം അവരൊക്കെ കിടന്നുറങ്ങും. ഞാൻ ഓർക്കുന്നു കേട്ടോ, എന്ത് ഒഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് നമ്മൾ അത്രയ്ക്കും
കളിച്ചും ഓരോ പണികളിലും അത് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നുണ്ടാക്കിയത് പൂക്കളും. ഇപ്പോൾ ഇവിടെ ഒന്നും ആരുമില്ല. ലൈറ്റിൻ്റെ പണിക്കാർ ഒരു സാധനങ്ങൾ കയറ്റി അവർ പോകാനൊക്കെയാണ്. നല്ല സങ്കടമുണ്ട്. നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ സന്തോഷിച്ച് എല്ലാവരും ഉണ്ടായി ആടി കളിച്ചിരുന്നു. ഇന്നലെ ഈ സമയത്തൊക്കെ ഇപ്പം വെള്ളാട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ കുളിച്ചിട്ടില്ല. കുളിക്കാനായിട്ട് മുന്നേ ഞാനിങ്ങനെ വെള്ളാട്ട് കണ്ടിങ്ങനെ നിൽക്കുകയാണ്. 4:15 ഇവിടെ ഞാൻ ഈ ഒരു സമയം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ വെള്ളാട്ട് കണ്ടിരിക്കുകയായിരുന്നു. ഗുരുദേവൻ്റെ വെള്ളാട്ടുണ്ടായിരുന്നു. സോ ഈ സെയിം ടൈമിന് എനിക്ക് സങ്കടമുണ്ട്. അവിടെ ആരുമില്ല. നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഗൈസ്, അപ്പോൾ ഇത്ര ഉണ്ടാവുള്ളൂ നമ്മുടെ ഉത്സവത്തിൻ്റെ സീരീസുകളൊക്കെ. അപ്പം ഉത്സവത്തിൻ്റെ എല്ലാ പാർട്ടും അവസാനിക്കുകയാണ്. ഇത് ഫൈനൽ പാർട്ടാണ്. ഉത്സവത്തിൻ്റെ അന്നത്തെ ദിവസത്തിൻ്റെ പാർട്ടാണ് തന്നെ. സോ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കാം. അപ്പം ഉത്സവത്തെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 7ാം പൂജ വരാനുണ്ട്. എന്നാലേ ഞങ്ങളുടെ ഇനി അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് കയറാൻ പറ്റത്തില്ല. കാരണം 7 ദിവസം കഴിയാതെ അമ്പലത്തിൻ്റെ മുറ്റത്തേക്ക് പോകാൻ പറ്റില്ല. ദേവി നല്ല ഉറക്കത്തിലായിരിക്കും. നമ്മൾ അവരെ ശല്യപ്പെടുത്താനൊന്നും പാടില്ല. സോ അങ്ങനെയാണ് പറയാം. അപ്പം അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് യൂട്യൂബിലൊക്കെ ഇട്ടുകൊണ്ട് നല്ലൊരു മെമ്മറീസ് ഞങ്ങൾക്ക് കിട്ടി. 7 മണി ഈ ഒരു സമയത്തൊക്കെ ഇരുന്ന് ആ വീഡിയോസുകളൊക്കെ കാണാൻ പറ്റി. സോ മിസ് ചെയ്യുന്നുണ്ട് ആ ഓരോ നിമിഷങ്ങൾ. ഞങ്ങളിട്ട എല്ലാ പാർട്ട് വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ ഞങ്ങളിരുന്ന് കാണുമായിരുന്നു. നല്ല സങ്കടമുണ്ട്. എൻ്റെ കണ്ണെന്നൊക്കെ വെള്ളമായിരുന്നു. 7 മണി ഞങ്ങൾ കുടിച്ചിട്ട് രാവിലെ ഉച്ചയ്ക്കത്തെ ആ പൂജ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ചോറൊക്കെ തിന്നവരൊക്കെ പോയി. സങ്കടത്തിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ഇട്ട് പിന്നീട് വരാം. അല്ലെങ്കിൽ ഞാൻ പുതിയൊരു വീഡിയോ ഇട്ട് നാളെ വരാമെന്നാണ് പറയൽ എല്ലാ വ്ളോഗിലും ഇപ്പോഴത്തെ. സോ ഈ ഒരു ഉത്സവത്തിൻ്റെ വീഡിയോസുകളാണ് നമ്മൾ വലിയ വീഡിയോ ഇട്ടിടാൻ തുടങ്ങിയത്. എല്ലാം നമ്മൾ ഷോർട്സ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് നന്ദിയുണ്ട്. സംഘങ്ങളുടെ ഉത്സവമൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചില ക്ലിപ്സൊന്നും എനിക്ക് എടുക്കാൻ പോലും പറ്റിയില്ല. കാരണം ഞാൻ താല്പര്യം എടുക്കുക കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചില വീഡിയോസെല്ലാം അതിലുണ്ടാവുള്ളൂ. നിങ്ങൾ ക്ഷമിക്കണം. സോ എന്നെക്കൊണ്ട് പറ്റുന്ന ക്ലിപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാവുള്ളൂ. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ലൈക്കിനും കൂടെ ഒന്ന് അടിച്ചു പിടിക്കുക. അപ്പം പുതിയ വീഡിയോ ഇട്ട് പിന്നീട് വരാം. ബൈ. എല്ലാവരും ബൈ. ടേക്ക് കെയർ. ഇനി മറ്റു വീഡിയോസൊന്നും കാണാത്തവരുണ്ടെങ്കിൽ പോയി കൊണ്ടുപോകാം.